എവിടേക്കാ അണിഞ്ഞു തുടങ്ങിയിട്ട്? ജസ്റ്റ് ഒന്നേ പൂച്ചമന്തി കാണാൻ മാത്രമുള്ളതൊന്നുമില്ല. വെറുതെ പോകണ്ടായിരുന്ന പൂച്ചേനെ അങ്ങോട്ട് തോണ്ടിയിട്ട് ഇങ്ങോട്ട് മാന്തി പിടിച്ച അവസ്ഥയാണ് കേട്ടോ. അപ്പം എനിക്ക് നമ്മൾ തണലിലേക്ക് പോയി. അപ്പോൾ അവർ പറഞ്ഞു അവിടെ പറ്റില്ല എന്നാൽ അപ്പം പിന്നെ വേഗം മെഡിക്കൽ കോളേജിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഉണ്ണീനെ വീട്ടിൽ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ പോകാൻ റെഡി ആവും കേട്ടോ. ചിക്കമോൻ്റെ കാണിക്കൽ കണ്ടു കഴിഞ്ഞാൽ കല്യാണ തലേന്ന് വിളിച്ചിട്ട് പോണ പോലെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേഗം പോയിട്ട് നമ്മൾ പാർക്കൊക്കെ ചെയ്തു. നമ്മളെങ്ങനെ പോണേ ഇവളുടെ പറ. അത് കഴിഞ്ഞ് നമ്മൾ ഒ പി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് എൻ്റെ അടുത്തൊന്ന് കൈ 15 മിനിറ്റ് വാഷ് ചെയ്യാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ആ ഡോക്ടർ പറഞ്ഞത് എനിക്ക് ഇഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നു. നല്ലപോലെ ഫുഡ് കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് അവസരം മുതലെടുത്ത പോലെ തന്നെ ഞാനൊരു ഉത്തപ്പം കഴിച്ചു. ചിക്കുമോൻ്റെ ഒരു ലൈം ജ്യൂസ് ആണ് കഴിച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് അവിടേക്ക് തന്നെ പോയി. അപ്പോൾ അതേ അവിടെ ഒരു സിനിമയൊക്കെ ഇട്ടുണ്ടായിരുന്നു. പൂച്ചയും പട്ടിയും കടിച്ച് വരുന്നവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഡോക്ടർ എൻ്റെ അടുത്ത് കുറച്ച് ഡീറ്റെയിൽസും എനിക്ക് അലർജി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഒരു ലേഡി ഡോക്ടർ വന്നിട്ട് എൻ്റെ കൈമ ഒരു സൂര്യനെ വരച്ചിട്ട് പോയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. സ്വർഗ്ഗം കണ്ട ഒരു ഫീലായിരുന്നു കേട്ടോ. 10 മണി ഉണ്ടായിരുന്നു. അപ്പം തന്നെ കുത്തിക്കഴിഞ്ഞ് എൻ്റെ അടുത്ത് ഒരു 1 അവർ ഒബ്സർവേഷനിൽ ഇരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേ ഞങ്ങൾ ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ട് ഇരിക്കേണ്ട. അങ്ങനെ ഫാർമസിയിൽ നിന്ന് ഒരു ഓയിൻമെൻറ്റും മേടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി.